ഇന്നൊരു എഗ്ഗ് ബിരിയാണിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോഴെന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. 2 സവാള അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചിയും പച്ചമുളകും ചതച്ചത്, 2 തക്കാളിപ്പഴം, പിന്നെ ഒരു ബൗളിൽ കുറച്ച് ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര സ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ്സിലാണ് ഞാൻ റൈസ് എടുത്തത്. ഇതിൽ തന്നെ 3 ഗ്ലാസ് റൈസാണ് ഞാൻ എടുത്തത്. ഇതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവിൽ വെള്ളവും വെച്ച് പറ്റിച്ചാണ് ഞാൻ എടുക്കുന്നത്. കുക്കറിലാണ് ചെയ്യുന്നത്. കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ അളവിൽ തന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ച് ഞാൻ ചൂടാക്കിയാണ് തിളപ്പിച്ചാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കർ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് വഴറ്റുമ്പോൾ നല്ലൊരു മണമാണ്. എനിക്കിഷ്ടം കേട്ടോ ഈ മണം. ഈ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. 4 മുട്ട എടുത്ത് ഞാനത് പുഴുങ്ങാൻ വെച്ചു. 4 മുട്ട എടുത്ത് പുഴുങ്ങാൻ വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ സെറ്റായിട്ടുണ്ട്. അതിലേക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിപ്പഴമൊക്കെ നല്ല ഒന്ന് ചുമന്ന് ഉള്ളിക്കകത്ത് ഒന്ന് ചേർന്ന് വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച മസാലക്കൂട്ടുകളെല്ലാം ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഇട്ടൊന്ന് ഇളക്കി നല്ല വൃത്തിക്ക് ഉള്ളിയിലും എല്ലാം ഒന്ന് മസാല നല്ല കണക്ക് ആകുന്നവരെ നല്ല വൃത്തിക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോഴേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. അരിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല വൃത്തിക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ല വൃത്തിക്കൊന്ന് വഴറ്റിയെടുക്കാം. കുക്കറിൻ്റെ സൈഡിലിരിക്കുന്ന അരിയൊക്കെ ഒന്ന് വഴറ്റിയിടാം, അല്ലെങ്കിൽ അവിടെയൊക്കെ അരി ഉണങ്ങി പിടിച്ചിരിക്കും. ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. അതിനിടയ്ക്ക് നിങ്ങൾ മറന്നു പോരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ. ഇതൊരു കുഞ്ഞ് ചാനലാണ്. ഇപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. ഇപ്പോഴാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് എടുത്ത് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഗ്രാമ്പും കറുകപ്പട്ടയും എല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി മുട്ടയൊന്നും പൊടിയാത്ത വിധം ഒന്ന് ഇളക്കി സൈഡുള്ള ചോറെല്ലാം ഒന്ന് തട്ടിയിട്ട് സൈഡിലുള്ളതെല്ലാമായിട്ട് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കറൊന്ന് അടച്ച് വെച്ച് ഞാനൊരു വിസിൽ കേൾപ്പിക്കും. 1 വിസിൽ കേട്ട് അതിൻ്റെ ഫുൾ എയറെല്ലാം പോയി കഴിഞ്ഞിട്ട് തുറക്കാറുള്ളൂ. അത് ഞാൻ ചോറ് സെറ്റാകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോറെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റൈസ് സെറ്റാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ കിസ്മിസ് ഇട്ട് കൊടുത്തു. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് വഴറ്റിയെടുക്കാം.
എന്തോ വെച്ച് നെയ്യ് കുറവുള്ളതുപോലെ എനിക്ക് തോന്നി. കുറച്ച് നെയ്യും കൂടി ഇട്ട് ഒഴിച്ചു കൊടുക്കാം. എന്തോ അതിൽ കണ്ടിട്ട് നെയ്യ് പോരാന്ന് തോന്നി. കുറച്ച് നെയ്യും കൂടി ഇട്ട് അതൊന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറ് സെറ്റായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് എടുക്കാം. അപ്പം നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ടേ. എല്ലാവർക്കും ഇഷ്ടമായി.